നമസ്കാരം. വനത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ കാട്ടാനകളെ ട്രെയിൻ ഇടിച്ചുണ്ടാകുന്ന അപകടം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇതിന് പരിഹാരം തേടി അധികൃതർ ഏറെ തലപൊകിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ആനകളെ ട്രെയിൻ ഇടിക്കുന്നത് തടയാനായി തമിഴ്നാട് നടപ്പിലാക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സാങ്കേതിക വിദ്യ രാജ്യമെമ്പാടും നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ലോക ആന ദിനത്തോട് അനുബന്ധിച്ച് കോയമ്പത്തൂരിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ആനയെ ട്രെയിൻ ഇടിക്കുന്നത് തടയാനുള്ള തമിഴ്നാട് മാതൃക രാജ്യമെമ്പാടും നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 29,000 ജനസംഖ്യയുള്ള ഏഷ്യൻ ആനകളിൽ 60% ഇന്ത്യയിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പരിസ്ഥിതി ആസൂത്രണം, ആധുനിക ശാസ്ത്രം, സമൂഹ പങ്കാളിത്തം എന്നിവയുടെ സംയോജനമാണ് ഇവയുടെ സംരക്ഷണത്തിന് ആവശ്യമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ആനകളെ സംരക്ഷിക്കുന്നതിലൂടെ വനങ്ങൾ, നദികൾ, ജൈവ വൈവിധ്യം, ആവാസ വ്യവസ്ഥ എന്നിവ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. റെയിൽവേ ട്രാക്കുകൾക്ക് സമീപത്തുള്ള ആനകളുടെ ചലനം നിരീക്ഷിക്കുന്നതിനുള്ള തമിഴ്നാട്ടിലെ AI നിരീക്ഷണ സംവിധാനം അപകടങ്ങൾ കുറച്ചിട്ടുണ്ട്. ഇതിനാലാണ് ഈ മാതൃക രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം റിലയൻസിന്റെ വൻ താര വന്യജീവി പാർക്കിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടും മന്ത്രി പ്രതികരിച്ചു. വൻതാര പരിശോധനകൾക്ക് തുറന്നു നൽകിയതായും എല്ലാ ആരോപണങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കാട്ടാനകളെ ട്രെയിൻ ഇടിക്കുന്നത് തടയാൻ AI അധിഷ്ഠിത നിരീക്ഷണ സംവിധാനമാണ് തമിഴ്നാട് ആരംഭിച്ചിട്ടുള്ളത്. റെയിൽവേ ട്രാക്കുകളുടെ വശങ്ങളിൽ സ്ഥാപിച്ച ടവറുകളിൽ ഘടിപ്പിച്ച AI ക്യാമറകളിലൂടെയാണ് നിരീക്ഷണം നടത്തുന്നത്. ഒരാന ട്രാക്കിന് സമീപത്തേക്ക് എത്തുമ്പോൾ ക്യാമറ ഫോട്ടോ എടുക്കുകയും വിവരങ്ങൾ കൺട്രോൾ റൂമിലേക്ക് കൈമാറുകയും ചെയ്തു. ഈ വിവരം കൺട്രോൾ റൂമിൽ നിന്നും പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ലോക്കോ പൈലറ്റിനും കൈമാറും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തുന്ന ഉദ്യോഗസ്ഥർ ആനയെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ലോക്കോ പൈലറ്റ് ട്രെയിനിന്റെ വേഗത കുറയ്ക്കുകയും ചെയ്യുന്നു. 2024 ജനുവരി മുതൽ 2025 മെയ് വരെയുള്ള 17 മാസത്തിനുള്ളിൽ ആകെ 5260 കാട്ടാനകൾ 1278 തവണ സുരക്ഷിതമായി റെയിൽവേ ട്രാക്കുകൾ മുറിച്ചു കടന്നതായി തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. എല്ലാ സംസ്ഥാനത്തിനും ഒരു പ്രധാന വിഷയമാണ് ട്രെയിൻ ഇടിച്ചു ചരിയുന്ന ആനകൾ. അതിനെ തടയാൻ പല പദ്ധതികളും നടത്തുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.